എല്ലാ പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും. താൻ ധൈര്യമായിട്ടിരിക്കുക. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സച്ചേട്ടാ. നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ അപകടത്തിലാ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ പോലും അത് വലിയൊരു ഭീഷണിയായിട്ട് മാറും. ഇത്രയും കാലം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. താൻ വിഷമിക്കണ്ട. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കും. വക്കീൽ വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അയാളെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ വർത്താനം പറഞ്ഞതുകൊണ്ടാ അയാൾ എന്നെ ഉപദ്രവിച്ചത്. സ്വന്തം സഹോദരിയുടെ മരണത്തിന് കാരണക്കാരായ ആളുകളോടാ അയാളുടെ പ്രതികാരം. അല്ലാതെ എന്നോട് അയാൾക്ക് എന്ത് പ്രതികാരം? ഗർഭിണിയായ അയാളുടെ സഹോദരിയെ അയാള് അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. സ്ത്രീകളോട് അയാൾക്ക് നല്ല ബഹുമാനമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ അയാൾക്ക് കാര്യം മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും ഇത് അതിനപ്പുറം. അത് ഞാൻ അങ്ങ് സഹിച്ചു. ധനുഷേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ മനസ്സാകെ കൈവിട്ട് നിൽക്കുക. നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. എന്റെ സമ്മതമില്ലാതെ എന്തെങ്കിലും കാര്യത്തിൽ അവരെ സഹായിക്കാൻ പോയാ ഇല്ലേ, ഞാൻ ഒന്നിനും പോകുന്നില്ല. ഈ നാട്ടുകാരനെ അല്ലാന്ന മട്ടിൽ ഞാൻ ജീവിച്ചോളാം. ഇവിടെ നടക്കുന്ന ഒന്നും കണ്ടില്ലെന്ന് നടിച്ചോളാം. പോരെ? ഇവളോട് വാശി പിടിച്ചിട്ട് കാര്യമില്ല. തന്ത്രപൂർവ്വം സംസാരിച്ചാൽ മാത്രമേ ഇവളെ വീഴ്ത്താൻ പറ്റൂ. എടോ, താൻ വിഷമിക്കണ്ട. ഇനി ഞാൻ ഒരു കാര്യത്തിനും പോകുന്നില്ല. പറയുന്നത് അതുപോലെ കേട്ട് അനുസരിച്ചോളാം. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലല്ലേ അവരെ സഹായിക്കാൻ പോകേണ്ടതുള്ളൂ. ആ, ഞാൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നിനക്ക് വിഷമവും വേണ്ട, എനിക്കവരെ സഹായിക്കാൻ പോവാൻ വേണ്ട. അതിന് ധനുഷോടെ പോന്നു. നന്ദേട്ടൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ബാംഗ്ലൂര്. അത് ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ ഇനി ഞാനത് ക്യാൻസൽ ചെയ്യുന്നില്ല. നന്ദേട്ടന് പകരം ആ ബിസിനസ് മീറ്റിങ്ങിന് ഞാൻ തന്നെ പോകാൻ തീരുമാനിച്ചു. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. എനിക്ക് ഒഴിവ് പറയാൻ അതൊരു കാരണമാവുകയും ചെയ്യും. എന്താ, എന്റെ ഐഡിയ കറക്റ്റ് അല്ലേ? അപ്പൊ ബുദ്ധി ഉദിച്ചു തുടങ്ങി. നിന്റെ കൂടെയല്ലേ താമസം. എന്നാലും സച്ചേട്ടാ, നമ്മൾ സഹായിക്കുന്നവരെല്ലാം നമ്മളെ തിരിച്ച് സഹായിച്ചിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമായിരുന്നു. ചതിയും
എന്നെ ബലിയാടാക്കുന്നേ. ഇനി അവനും കൂടി എന്തെങ്കിലും സംഭവിച്ചു പോയാ സ്നേഹയ്ക്ക് പിന്നെ ആരാ ഉള്ളേ? ഇനി ഒരു കാര്യത്തിനും നമുക്ക് ധനുഷിനെ വിളിക്കണ്ട. ഉം. നമ്മൾ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അന്വേഷിച്ചവര് ഇവിടേക്ക് കയറി വരുമെന്ന എന്റെ പേടി. എനിക്കും ആ പേടിയുണ്ട്. ആ ഗുണ്ടകൾ ഇവിടെ വന്ന് കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ പിന്നെ അച്ഛൻ പോലും നമ്മുടെ കൂടെ നിൽക്കില്ല. എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്ന് അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കാൻ? അനുപേട്ടനെ കിട്ടാതെ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറാവില്ലെന്നാ പറഞ്ഞത്. അത് നടക്കാത്ത കാര്യം. അതാ ചെങ്കൽ മധുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൻ നമ്മുടെ പിന്നാലെ ഇനിയും വരും. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറ് വിളിക്കുന്നേ. എടുത്ത് സംസാരിക്കാം. സാർ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. ഹലോ, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം. എന്താ സാർ കാര്യം? കോംപ്രമൈസിനുള്ള എന്തെങ്കിലും വഴി തെളിഞ്ഞോ? കോംപ്രമൈസ് ഒന്നും നടക്കില്ല. ഞാൻ അതിനുവേണ്ടി നന്നായി ശ്രമിച്ചു നോക്കി. നിങ്ങളോട് വേറൊരു കാര്യത്തിനാണ് വരാൻ പറഞ്ഞത്. എന്താ സാർ? അനൂപിനെ ജാമ്യത്തിലിറക്കാനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്. സത്യമാണോ സാർ? അനുപേട്ടനെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? ജാമ്യം കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട്.